കോടതിയിൽ ഹാജരാക്കുമ്പോൾ എൻ വാസുവിനെ കൈവിലങ്ങ് വെച്ചത് അനുവാദത്തോടെയെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി. വിലങ്ങ് വയ്ക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് വാസു പറഞ്ഞു. AR ക്യാമ്പിലെ SIയുടെ 4 പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, വാദം പൂർത്തിയായി എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത് എന്നാണ് വിധി? ധന്യ, എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിലായിരുന്നു ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം നടന്നത്. ഈ ജാമ്യാപേക്ഷയിലുള്ള വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3 കോടതി വിധി. KS ബൈജുവിന്റെ ജാമ്യഹർജിയിലാകട്ടെ 29 വിധി പറയും. ഈ ഇരുവരുടെയും ജാമ്യഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തു. എന്നാൽ പ്രതിഭാഗത്തിന് വേണ്ടി, അതായത് വാസുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ഇതായിരുന്നു: എൻ വാസു വിരമിച്ചതിന് ശേഷമാണ് കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് എന്നുള്ള ഒരു വാദമായിരുന്നു ഉയർത്തിയത്. മാത്രവുമല്ല, ബോർഡിന്റെ ഉത്തരവിറങ്ങിയപ്പോഴും വാസു ചുമതലയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരിട്ടതിൽ പങ്കില്ല എന്ന് പറയുകയും ജാമ്യ ഹർജി അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിനെ പ്രോസിക്യൂഷൻ വലിയ രീതിയിൽ എതിർത്തു. കാര്യം, പ്രധാന ഒരു പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന് ലഭിച്ച കത്തുണ്ടായിരുന്നു. ആ കത്ത് ബോർഡിന് കൈമാറിയെന്ന് പറയുമ്പോൾ അത് ശുപാർശയായി തന്നെ കാണണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ വായിച്ചത്. എന്നാൽ അതിനെയും അത് ശുപാർശയായി കാണാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അതിനെ പ്രതിഭാഗം എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വാദങ്ങൾ പൂർത്തിയായ സ്ഥിതിക്ക് ഇനി എന്താണ്, ഇരുവർക്കും ജാമ്യം നൽകുമോ ഇല്ല എന്നുള്ള കാര്യം 3-ാം തീയതിയും 29-ാം തീയതിയും ആയിരിക്കും വ്യക്തമാവുക. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കോടതി വിധി പറയും. മാത്രവുമല്ല, നാളെ പത്മകുമാറിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും തന്നെയാണ്.